മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഇന്ന് നവംബർ 9 സാബത്തിൽ നന്മ ചെയ്യുന്നത് അനുവദനീയമാണെന്ന് ഈശോ നമ്മളോട് പറയുകയാണ്. സാബത്ത് ഒരു നിയമമാണ്. സാബത്ത് ആചരിക്കണം, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്നുള്ള തിരുസഭയുടെ കൽപ്പനയൊക്കെ നമുക്കറിയാം. എന്നാൽ ഞാൻ ഒരു പ്രാവശ്യം കേട്ട ഒരു സംഭവം, ഒരു ദിവസം ഒരു കുടുംബം അവർ എല്ലാ ദിവസവും ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നവരാണ്. പള്ളിയിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ വണ്ടിയുമായിട്ട് പുറത്തേക്ക് വന്നപ്പോഴാണ് അവിടെ ഒരു അപകടം സംഭവിച്ച് ഒരു ബൈക്ക് ഇടിച്ച് ആ ബൈക്കിൽ നിന്ന് ഒരുത്തൻ വീണ് അവൻ അവിടെ കിടക്കുകയാണ്. ഇവർ വണ്ടി നിർത്തി അവരെ സഹായിച്ചു. അവനെ എടുത്ത് വണ്ടിയിൽ കിടത്തി അവനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അന്നത്തെ ദിവസം അവർക്ക് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചില്ല. വളരെ ഹൃദയഭാരത്തോടുകൂടെ ആ വീട്ടിലെ അമ്മച്ചി ചോദിക്കുകയാണ്, ഞാൻ ഇന്ന് വിശുദ്ധ ബലിയിൽ പങ്കെടുത്തില്ല, ഞാൻ എന്തു ചെയ്യണം, എന്ത് പരിഹാരമാണ് ചെയ്യണം? അപ്പോൾ അതിനുള്ള മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, നിൻ്റെ ഏറ്റവും വലിയ ബലി നീ ചെയ്തു കഴിഞ്ഞു. നീ ആ കിടന്ന പാവത്തിനെ നീ എടുത്തു ആശുപത്രിയിൽ കൊണ്ടുപോയി അവനെ ശുശ്രൂഷിച്ചു. ഈ എളിയവനല്ല ആർക്കെങ്കിലും നീ ഇത് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് പറഞ്ഞ തമ്പുരാൻ്റെ ആഹ്വാനമനുസരിച്ച് വചനം സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ നിമിഷങ്ങളായിരുന്നു അത്. ഇതാണ് കർത്താവ് ഇന്ന് സാബത്തിനെ കുറിച്ചുള്ള തർക്കത്തിൻ്റെ ഇടയിൽ കർത്താവ് പറയുന്നത്. നന്മ ചെയ്യുന്നത് സാബത്ത് ഒരു തടസ്സമല്ല. നിയമം നിനക്ക് ഉപകാരമായിരിക്കണം. നിയമം നിനക്ക് നന്മ ചെയ്യാനായിട്ട് സഹായമായിത്തീരും. ഇതിന് നമുക്ക് സാധിക്കണം. നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയ കർത്താവിനെ പോലെ നിയമത്തിൻ്റെ വള്ളി പുള്ളി നോക്കാതെ എല്ലാവർക്കും നന്മ ചെയ്യുവാൻ ഇന്നേ ദിവസം നമുക്ക് സാധിക്കട്ടെ. സാധവനാഥ നമ്മെ അനുഗ്രഹിക്കട്ടെ.